ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു വെറൈറ്റി വടയുമായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി സവാള, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി ഇതെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി വേണം, ഒരു ലേശം മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് കായം വേണം, പിന്നെ നമുക്കിത് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണയും വേണം. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കെന്ത് വേണം? ആദ്യം കുറച്ച് അവിലെടുക്കുക. അവിൽ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് പരിപാടി. ഇത്രയൊന്നും അളവൊന്നുമില്ല, ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. ഞാനിപ്പം ഏകദേശം കുറച്ച് ആക്കുന്നുണ്ട്, ഒരുപാടൊന്നും ആക്കുന്നില്ല. ഇത്രയും അവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അവിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അവിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അവിലിനെ കുതിർത്ത്, അപ്പോൾ ഇതാ അവിലിനെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പിഴിഞ്ഞെടുക്കണം. ഈ അവിലിനെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നോക്കട്ടെ, പോരെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. അപ്പോൾ ഇത് അവിലിനെ ഞാൻ നല്ലവണ്ണം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. വീണ്ടും പിഴിഞ്ഞു, വീണ്ടും മാറ്റി. ഇതന്നെ പരിപാടി. ഇങ്ങനെ ആക്കിയിട്ട് മുഴുവനും എടുക്കണം. അപ്പോൾ അതിപ്പോൾ തീരെ ഇല്ല, അതുകൊണ്ട് കുറച്ചും കൂടി അതിൽ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. ഈ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി അവിലിടുന്നുണ്ടേ. അപ്പോൾ അത് തീരെ ഇല്ല. ആ അവിൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ തീരെ കാണുന്നില്ല, അപ്പോൾ കുറച്ചുകൂടി ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഇത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അവിലെല്ലാം ഞാനിതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ഇത്രയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇടട്ടെ. കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. ഇതൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് പച്ചമുളക്, സവാള, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തു. കറണ്ട് പോയി ഗൈസ്. എന്നിട്ട് ഞാൻ വെളിച്ചം കത്തിച്ചിട്ടുള്ളത്, അതാണ് ഇങ്ങനത്തെ വെളിച്ചം കാണുന്നത്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. ഇനി കറണ്ട് പോയി. കറണ്ട് ചില സമയം ഇങ്ങനെ തന്നെയാണ്. നേരത്തെയും കുറേ നേരം പോയി. എന്നിട്ട് ഞാൻ കുറേ നേരം കാത്തിട്ട് ഇപ്പം വരുമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ വന്നില്ല. പിന്നെയാണ് വന്നത്. അന്നേരം ഞാൻ വീണ്ടും തുടങ്ങിയത് പരിപാടി തുടങ്ങാലോ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. കായത്തിൻ്റെ രുചിയെല്ലാം ഇഷ്ടപ്പെടുന്ന ഓട്ടർക്ക് ഇത് ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. ഞാനേതായാലും ഇടുന്നുണ്ട്. പിന്നെ ഞാനിതിൽ വേറെ ഒന്നും കൂടി ഇടുന്നുണ്ട് ഗൈസ്. ഇതുവരെ ആരും ഇട്ടിനോന്ന് എനിക്കറിയില്ല. ഞാൻ ഇടുന്നുണ്ട് കുറച്ച് മസാലപ്പൊടി, മീറ്റ് മസാലേൻ്റെ പൊടിയും കൂടി ഞാൻ ഈ വടക്ക് കുറച്ചിടുന്നുണ്ട് ഒരു രുചിക്ക്. ഇപ്പം ഇനി എല്ലാം കൂടി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഇടക്കിടക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പൊട്ട് കടലേൻ്റെ ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾ വേണ്ടിക്കലിട്ടാൽ മതി. ഞാനൊന്ന് വെറൈറ്റി ആവട്ടെ എന്നുള്ളതിൽ ഇടുന്നതാണ് ഇതാ. അപ്പോൾ നമുക്ക് വട കഴിക്കുമ്പോൾ ഇതും കൂടി ഒന്ന് കഴിക്കാൻ കിട്ടും.
അപ്പം എല്ലാം കൂടി ഞാനിത് കുഴച്ചെടുത്തിട്ട് വരട്ടെ. അടിപൊളിയായിട്ട് കുഴച്ചെടുക്കട്ടെ. ഈ അവിലിൻ്റെ ഇതിൽ കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് കുഴച്ചെടുക്കട്ടെ. വേരില്ല ഇടുന്നു. അപ്പോൾ ഗൈസ് ഏകദേശം കുഴഞ്ഞിട്ടുണ്ട്. ശരിക്കും കുഴഞ്ഞിട്ടാകുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കുടഞ്ഞു നോക്കണം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ശരിക്കൊന്ന് കൊയ്യാത്ത പോലെ തോന്നിയോണ്ടാണ് ഞാനൊരു ലേശം വെള്ളം കുടഞ്ഞു നോക്കിയത്. അപ്പോൾ ക്ലിയറായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാം. ലേശം വെള്ളം കുടയാം. ഒരുപാട് വെള്ളമായിപ്പോറ് നമുക്ക് ഉരുട്ടിയാൽ കിട്ടുന്ന പാകത്തിന് ആയി വരണം. നല്ലവണ്ണം ഉരുട്ടിയെടുക്കാം. ഞാൻ അപ്പോൾ ഇതാ ഗൈസ്, ഞാനിതെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം കിട്ടാൻ. കുറച്ച് വെള്ളം കൊടുത്തിട്ടാണ് കുഴച്ചത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുത്തിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഉരുട്ടിയിട്ട് നമ്മളെ വട ചുടുന്ന അതേമാതിരി ഷേപ്പിൽ നമുക്കിതൊന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. കണ്ടല്ലോ, നല്ല അടിപൊളി വടയായിട്ട് കിട്ടും. അപ്പോൾ ഞാനെല്ലാം അതേപോലെ പരത്തിയെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയും വടകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ ചൂടാൻ ചീനച്ചട്ടി വെക്കട്ടെ. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അപ്പോൾ വെളിച്ചെണ്ണ കുടിക്കാണ്ടിരിക്കാനുള്ളൊരു ട്രിക്ക് ഉണ്ട് ഗൈസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് അരിപ്പൊടി എടുക്കുക. ഈ അരിപ്പൊടിയിൽ മുക്കിയിട്ട് വേണം വട നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അരിപ്പൊടിയിലേക്കൊന്ന് മുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വട വെളിച്ചെണ്ണ അധികം കുടിക്കില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കാഞ്ഞാൽ ഇടാം. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അരിപ്പൊടിയിൽ മുക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാവട്ടെ. അങ്ങനെ ഓരോന്നോരോന്നായി നമുക്ക് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. കുറച്ചൊന്ന് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിനെ തിരിച്ചിടാം. ഞാൻ കുണ്ടുള്ള പാത്രം എടുത്ത വെളിച്ചെണ്ണ നല്ലോണം അതിലേക്ക് വരുമല്ലോ എന്നുള്ള ഇതിലാണ് കുണ്ടുള്ള പാത്രം എടുത്തത്. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലോണം ആവട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ നല്ല ചോന്ന് വരും. നല്ല വട പോലെ തന്നെ, പരിപ്പ് വടയെല്ലാം ചുട്ടിട്ടുള്ള പോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് വാങ്ങാം. മൊരിഞ്ഞ് വരുന്നുണ്ട്. കാണുന്നില്ലേ ഗൈസ്? അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിത് വാങ്ങുന്നുണ്ട്. ഇനി എന്നിട്ട് അടുത്ത നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ണം ആവട്ടെ വരും. എന്നിട്ട് നമുക്കെല്ലാം ചുട്ടിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ അവിലിൻ്റെ വട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാം ഞാൻ ചുട്ടെടുത്തു. അപ്പം ഞാൻ തീ ഓഫാക്കട്ടെ. അപ്പം നമുക്ക് വട കാണാം.
എത്രയാ ചുട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഗൈസ്, ഇത്രയും വടകളാണ് ചുട്ട് വെച്ചത്. കണ്ട, ഇതാ നല്ല അടിപൊളി മൊരിഞ്ഞ വടയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടല്ലോ, സൂപ്പർ വടയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.